ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ചാനലിൽ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് ഒരു ഡേ ഇൻ ലൈഫ്, ഒരു ഷോർട്ട് ഡേ ഇൻ ലൈഫ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലോങ് വീഡിയോ ചെയ്യാമെന്നാണ്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ രാവിലെ ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. ഇനി ബ്രഷ് ചെയ്യണം, ചായ കുടിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാവിലെ എണീക്കുക, പല്ല് തേക്കുക. ഇനി പല്ല് തേക്കാനായിട്ട് കുറച്ച് നേരം നിന്ന് നോക്കിയൊക്കെ ഇരുന്നിട്ടാണ് പല്ല് തേക്കുന്നത്. പല്ല് തേച്ചതിന് ശേഷം ഞാനൊരു ഫേസ് വാഷ്, ഞാൻ 2 ഫേസ് വാഷാണ് ഇപ്പം മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മിനിമലിസ്റ്റിൻ്റെ ആക്നെ സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതും, പിന്നെ ഒരെണ്ണം നമ്മളുടെ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. കൂടുതലും എനിക്കിഷ്ടം സിമ്പിളിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യുന്നതാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സാധനം ഉണ്ടാകും. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സുത്തം ചെയ്യിപ്പിക്കും. അപ്പം ഞാൻ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിനിമലിസ്റ്റാണ്. വൈകുന്നേരം ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ആയിരിക്കും. രാവിലെ ഈ ഒരു സാധനമായിരിക്കും കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്നെ സ്കിന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ് ഈ മിനിമലിസ്റ്റിൻ്റെ ഫേസ് വാഷ്. ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ്, മിന്ത്രയിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്പിൽ എല്ലാത്തിനും അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ രാവിലത്തെ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോൾ ഒരു ടോണർ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യത്തുള്ളൂ. രാവിലെ ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടത്തില്ല. എനിക്ക് കോളേജിൽ പോകണത് കൊണ്ടിട്ട് രാവിലെ ഞാൻ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അത് ലേറ്റായിട്ട് എണീച്ചാലും ഞാൻ നേരത്തെ പോകണം എന്നുള്ളത് കൊണ്ട് സ്കിൻ കെയർ ഒന്നും രാവിലെ അങ്ങനെ ചെയ്യാറില്ല. ഒരു മോയ്സ്ചറൈസർ ഇടും, ഒരു സൺക്രീം ഇടും, അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഫേസ് വാഷും അത്ര തന്നെ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഞാൻ സ്കിൻ കെയർ പ്രോപ്പറായിട്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പം നിങ്ങളും സ്കിപ്പ് ചെയ്യാണ്ട് സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളതാണ്. ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ പുറത്ത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഇപ്പോൾ ഇടുന്നില്ല, സൺസ്ക്രീൻ ഒന്നും ഞാൻ ഇടുന്നില്ല. വാഷ് ചെയ്തതിന് ശേഷം ഇനി പോകുന്നത് ചായ കുടിക്കുക എന്നുള്ള പരിപാടികളാണ്. രാവിലെ എണീറ്റിട്ട് വെള്ളം കുടിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഉള്ളി ചായ, എനിക്ക് ചായ കിട്ടണം. അപ്പോൾ രാവിലെ അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുടിക്കും. പിന്നെ എണീറ്റ ഉടനെ കാപ്പി കുടിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ല രാവിലെ എണീറ്റ ഉടനെ കാപ്പി കുടിക്കുന്നത്. അപ്പം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ചായ കുടിക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും എനിക്ക് ചായ ഇഷ്ടമുള്ളതാണ്. അപ്പം ഞാൻ രാവിലെ എണീറ്റാലും ഉടനെ തന്നെ എന്തായാലും ചായ കുടിച്ചിരിക്കും. പല്ല് ബ്രഷ് ചെയ്തതിന് ശേഷം ഞാൻ ചായ കുടിക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കാപ്പി അങ്ങനെ കുടിക്കാറില്ല, അത് കുറച്ച് ലേറ്റാവും. ഇന്നിപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പം എനിക്ക് റൂം ക്ലീൻ ചെയ്യാനുണ്ട്, തുണി കഴുകാനുണ്ട്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്കിൻ കെയർ, ഹെയർ കെയർ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം ഞാനെന്തായാലും ചായ കുടിച്ചിട്ട് വരട്ടെ. ഇതെൻ്റെ വീടിൻ്റെ മുൻവശമാണ്. ഫുള്ള് ചെടി. ഞാനൊരു 3 മാസത്തിൽ ഞാൻ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നത് ഫുള്ള് ചെടിയാണ്. ഇപ്പോൾ മഴ വന്നിട്ട് ചീഞ്ഞു പോയിട്ടൊന്നുമില്ല, പുതിയ തളിർപ്പ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ സ്വന്തം പിങ്കി, ഇത് നമ്മുടെ ഇവിടുത്തെ മുത്താണ്. അപ്പോൾ ഇനി ചെടിയിലും കരകളും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് എടുക്കണം. ഇപ്പോൾ കുറച്ചൊന്ന് വെയിലൊക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഫുൾ മഴയായിരുന്നില്ലേ, അപ്പം കുറേയൊക്കെ തിളിർപ്പൊക്കെ പോയി. ഇപ്പോൾ പുതിയ തിളിർപ്പ് വന്നിട്ടേ ഉള്ളൂ. ഹായ് പറ. ഹായ് ഹായ്. വാപ്പകൾ ഹായ് പറയണത് എങ്ങനെ? ഇത് ഞാൻ ഒരു 3 മാസം മുന്നേ ഞാൻ വാങ്ങിക്കൊണ്ട്
ഒറ്റ തൈയാണ് കേട്ടോ. 3 തൈ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു പിച്ചിയുടെ. ഇപ്പോൾ നിറച്ച് പൂക്കൾ തരുന്നുണ്ട്. ഇപ്പോൾ കുറേ മഴയൊക്കെ ആയിട്ട് ഈ കറ്റാർവാഴ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ള കറ്റാർവാഴയാണ് ഞാനിവിടെ വന്ന സമയത്ത് നട്ടതാണ്. ഇപ്പോൾ അത് നന്നായിട്ട് വലുതായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ചെടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടിയൊക്കെ കുറച്ച് നേരം ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ കാപ്പി കുടിക്കാൻ പോയി. ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ലേറ്റായി. ഏതാണ്ട് ഒരു 11:30ക്കൊക്കെയാണ് ഞാൻ കാപ്പി കുടിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ കാപ്പിക്ക് ദോശയും ചമ്മന്തിയും ഞാനൊരു മീൻ പൊരിച്ചതുകൊണ്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ചമ്മന്തി അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ റൂം ക്ലീനിങ് ആണ്. ഫുള്ള് വാരി വലിച്ച് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചേട്ടോ. ഇനി ഈ എല്ലാ ജനലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കർട്ടൺ ഇട്ടിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് നാളായി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട്. അപ്പം ഫുള്ള് മാറാലയും പൊടിയും ഒക്കെ അടിച്ച് കിടക്കുവാണ്. എനിക്ക് ഈ ഒരു അടിച്ചൊതുക്കി വരുന്നത് ഒട്ടും എനിക്കിഷ്ടമില്ല. പൊടിയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ പരിപാടി ചെയ്യുന്നത്. എന്നാലും കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ജനാലയൊക്കെ ഓപ്പൺ ചെയ്തിടാൻ പോകണമെന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. നിങ്ങൾ തന്നെ കണ്ടില്ലേ എൻ്റെ ബെഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയണത്. എനിക്കൊരു പപ്പിയുണ്ട്. അപ്പോൾ അവളാണ് ഫുള്ള് കയറി നാശമാക്കി വെക്കുന്നത്. ഈ കിടക്കുന്ന എല്ലാം നാശമാക്കി വെക്കുക. അവൾക്ക് ഇങ്ങനെ നിലക്ക് ഇതിൻ്റെ ഈ ബെഡ്ഷീറ്റിൻ്റെയൊക്കെ ടെയിലിൻ്റെ കിടക്കുക. അതുകൊണ്ട് വന്നിട്ട് ഞാൻ എത്ര അടുക്കി വെച്ചാലും അവൾ അതൊന്ന് നാശമാക്കും. എന്നിട്ട് ഫുള്ള് ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത്. ഇത് സ്റ്റഡി ടേബിളാണ്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 300 രൂപ 320 അത്ര തന്നെ ആയിട്ടുള്ളൂ. പക്ഷെ അടിപൊളി സാധനമുണ്ട്. പഠിക്കുന്ന കുട്ടികളുള്ളവർക്കൊക്കെ ഈ ഒരു ടേബിൾ ഉപകാരപ്പെടും. നമുക്ക് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വെക്കാൻ, എന്നിട്ട് അത് തിരിച്ച് അതുപോലെ നമുക്ക് ഒതുക്കി വെക്കാനും പറ്റും. സ്ഥലം പോകുന്നുള്ള ഒന്നും വേണ്ട. മാത്രമല്ല ഒരുപാട് ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വാഷ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എന്നിട്ട് ഇത് സോയാബീനാണ്, ബോളല്ല ബീന്, പയറാണ്. ഇത് ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും നല്ല ഉപകാരപ്പെടും. ഇതും റെഡ് ബീനുണ്ട്. റെഡ് ബീന്, കിഡ്നി ബീൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വൻപയർ. ഇത് രണ്ടും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലിനൊക്കെ അടിപൊളിയാണ്. എൻ്റെ അടുത്ത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. ഇത് രണ്ടും നന്നായിട്ട് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചെറുപയർ, ലീഫി വെജിറ്റബിൾസ് അങ്ങനത്തെ ഐറ്റംസ് ഒരുപാട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു, മുടി കൊഴിയണത് കൊണ്ട് തന്നെ. അപ്പോൾ അത് കുറച്ചെടുത്ത് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ഉപ്പും കുറച്ച് മുളകും ചിലപ്പോൾ കടുവറുത്തെടുക്കും. എന്നിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കരുത്, കൂടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടാണ് ഞാൻ വേവിക്കുന്നത്. എന്നിട്ട് നമുക്ക് കുക്കറെടുത്ത് നമുക്ക് നേരെ ഗ്യാസിലോട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഒരു 2-3 വിസിൽ, 2-3 ഇതങ്ങോട്ട് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു 10-15 വിസിൽ കേട്ടതിന് ശേഷമാണ് ഇതൊന്ന് വെന്ത് കിട്ടിയത്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ട്. നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് നോക്കി വാങ്ങിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു വേഗത്തില്ല, ഒരുമാതിരി പച്ച കഴിക്കുന്നത് പോലെ ആയിരിക്കും, ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കി വാങ്ങിക്കാം. മാക്സിമം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് ഒരു ഉച്ച ആയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ കറിയായിട്ട് ചോര പൊരിച്ചതുണ്ടായിരുന്നു. പിന്നെ മറ്റേ മീനിൻ്റെ പേരെനിക്കറിയത്തില്ല. പൊരിച്ച മീൻ ഉണ്ടായിരുന്നു, ചോരക്കറി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചച്ചീര തോരൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഇതിന് തീയലെന്ന് പറയും, അത് കുറച്ച് എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ കഴിക്കത്തില്ല, എനിക്ക് തോന്നിയാൽ കഴിക്കും. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് അതായിരുന്നു കേട്ടോ. ഇത്രയായിരുന്നു ഇന്നത്തെ കറി എന്ന് പറയുന്നത്. ലഞ്ചൊക്കെ അപ്പം ഞാൻ പോയിട്ട് ലഞ്ചൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ വരാം.
അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരു 3:30 ആയപ്പോഴത്തേക്ക് എനിക്ക് പുറത്ത് പോകണമായിരുന്നു. അമ്മയുടെ ഫോണിൻ്റെ സ്വിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്വിച്ച് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മൊബൈൽ ഷോപ്പിൽ ഇരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതൊക്കെ ശരിയാക്കിയിട്ട് നമ്മുടെ കൊറിയർ വാങ്ങണമായിരുന്നു. ഇത് നമ്മുടെ അമ്മ ഹെർബൽസിൻ്റെതാണ്. നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് അമ്മാസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. ഞാനൊരു 2 ആഴ്ച മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ വെബ്സൈറ്റ് വഴിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൺഫർമേഷൻ കിട്ടും, മെയിലായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടും. അത് മാത്രമല്ല നമുക്ക് ഡിസ്പാച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മെയിൽ കിട്ടുന്നതായിരിക്കും. അപ്പം ഒരുപാട് റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഒരു 2 ആഴ്ച, ഒരു 2 വീക്ക് എങ്ങനെ പോലും എടുക്കും. ഒരു ഡിസ്പാച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 3 days എടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 7 days ഒക്കെ മണിക്കൂർ. അപ്പോൾ ഇതാണ്, ഇതുപോലെ ഒരു പാക്കേജിങ്ങിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ പുറത്ത് തന്നെ അവർ എഴുതിയിട്ടുണ്ട് ശ്രുതീസ് അമ്മാസ് എന്ന് പറഞ്ഞിട്ട് സുവർണിയം സ്കിൻ കെയർ ഓയിൽ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 460 രൂപ പ്ലസ് ഡെലിവറി ചാർജാണ് ആവുന്നത് കേട്ടോ. 200 ml പ്രോഡക്റ്റാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തതെന്നുള്ളതും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഉണ്ടാവും കേട്ടോ. ഇതാണ് ബോട്ടിൽ. ഇത് നമുക്ക് എങ്ങനെ പോയാലും ഒരു 2-3 മന്ത് യൂസ് ചെയ്യും. അവരുടെ വീഡിയോയിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 days യൂസ് ചെയ്താൽ മതി, നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അവരുടെ പാക്കേജിംഗ് ഒക്കെ കാണിക്കാൻ പറ്റത്തില്ല, അടിപൊളി പാക്കേജിംഗ് ആണ്. നമ്മുടെ ബോട്ടിലിൽ നിന്ന് തന്നെ ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്ത് ഒരു കവർ അവർ ചെയ്തിട്ടുണ്ട്, ഒരു കവറിങ് ഒരു കോട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു സേഫ്റ്റി ആയിട്ട് തന്നെ അവർ ഒരു അടപ്പും കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു ആയുർവേദത്തിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ നമ്മുടെ കാച്ചിന് അതുപോലത്തെ ഒരു സ്മെല്ല്, ഒരു ആയുർവേദ കൂട്ടിൻ്റെ ഒരു. ഇതിൻ്റെ കളർ വരുന്നത് ഒരു യെല്ലോയിഷ് റെഡാണ്. ഒരു കറക്റ്റ് ഒരു യെല്ലോയിഷ് റെഡാണ് ഇത് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അടിപൊളി ഓടാണ് കേട്ടോ. എന്തായാലും ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാനിത് റിസൾട്ട് പറഞ്ഞുതരാം. ഇത് ഫുള്ള് ബോഡിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കാണും.